ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയും ഗൗതമും ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ശിവാനിക്ക് വേണ്ടി. എന്നാൽ അത് കേട്ട് നിൽക്കാൻ പാറുവിന് കഴിയില്ല. അപ്പോൾ പാറു പറയണ, മതി, നിർത്ത്, മതിയടാ, നീ ഇവളുടെ പുരാണം പറച്ചിൽ, ഇവൾ എത്രത്തോളം നല്ലവളാണെന്ന് അനുഭവിച്ചതാണ്. ഇനി എൻ്റെ മകനെ ഒരു പരീക്ഷണത്തിലോട്ട് വിടാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ആരും സംസാരിക്കേണ്ട. അപ്പോൾ വസുന്ധര പറയുന്നുണ്ട് കേട്ടോ, അവൾക്ക് പറയാനുള്ളത് പറഞ്ഞോട്ടെ എന്ന്. ഇല്ല, അവൾക്ക് പറയാനുള്ളത് ഒന്നും തന്നെ ഈ വീട്ടിൽ പറയേണ്ട. അവളുടെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ശിവാനി എന്ന് പറയുന്നവളെ പ്രണവ് ഈ സമയം ഈ നിമിഷം ഇവിടെ നിന്ന് മാട്ടി ഇറക്കിയൊക്കെ എന്ന് പറയാനേട്ടോ. അങ്ങനെ പ്രണവാണെങ്കിലോ അതങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ ശിവാനിയെ അവിടെ നിന്ന് കൈ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ രേണുക പറയുന്നുണ്ട്, ദയവ് ചെയ്ത് എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെയൊന്നും ക്രൂരത ചെയ്യല്ലേ. നിങ്ങളുടെ കുഞ്ഞിനോട് ഇങ്ങനെയല്ല ക്രൂരത ചെയ്യല്ലേ, ഇതിലപ്പുറം ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാനത് ചെയ്യാത്തത് ഞാനൊരു അമ്മയായതുകൊണ്ട് മാത്രമാണ് എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി പാറു പ്രണവിനോട് പറഞ്ഞ് പുറത്താക്കാൻ കേട്ടോ. അങ്ങനെ ഈ സമയം ശിവാനി പോവുകയാണ്. പിന്നീട് ശിവാനി വീട്ടിൽ ചെന്നിട്ട് ശിവാനി ഇനി എന്താ ചെയ്യുക? അപ്പോൾ രേണുക പറയണേ, ഞാൻ പഴയ രേണുകയായി അവരുടെ മുന്നിലോട്ട് ചെല്ലുകയായിരുന്നെങ്കിൽ അവരുടെ ആ അഹങ്കാരത്തിനുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുത്തിരുന്നു. അതിനെങ്ങനെ പാവമായി കരഞ്ഞ് അപേക്ഷിക്കുന്നത് പോലെ അവരുടെ മുന്നിലോട്ട് പോയത് കൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിന്ന്, അല്ലെങ്കിൽ അവർക്ക് അപ്പം തന്നെ ഞാൻ കണക്കിന് കൊടുത്തേനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി പറയാം, വല്ലാത്തൊരു കഷ്ടം, എന്തെല്ലാം നാടകങ്ങളാണ് നടത്തേണ്ടി വരുന്നത് ആ വീട്ടിലോട്ടെന്ന് കയറിപ്പറ്റാൻ. എന്നാൽ അവനാണെങ്കിലോ ഈ കയറിപ്പറ്റാൻ അനുവദിക്കുന്നില്ല. ഇനി എന്താ ചെയ്യുക? എന്തായാലും നിധി നമ്മുടെ കൂടെ ഉള്ളത് വലിയൊരു സമാധാനം. അവളെ വെച്ച് വേണം എനിക്ക് ആ വീട്ടിൽ ഇനി തുടങ്ങാൻ. എന്നിട്ട് വേണം അവളെയും ഗൗതമിനെയും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ആ സമയം ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുക. അപ്പം നിധിയാണ് കേട്ടോ. നിധിക്ക് വല്ലാത്ത സങ്കടം. കാരണം ഇനിയും ശിവാനിയിൽ നിന്ന് കിട്ടണമല്ലോ. അതുകൊണ്ട് ചോദിച്ച് വാങ്ങാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ നിധി ഇങ്ങനെ സങ്കടത്തോടു കൂടി തൻ്റെ വീട്ടിലോട്ട് കയറി വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ രേണുകയോട് വന്ന് ശിവാനി പറയണ, അമ്മേ അവൾ വരുന്നുണ്ട്, എന്തായാലും നമ്മുടെ അഭിനയം അങ്ങ് തുടരാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നിധി വീടിൻ്റെ പടി അങ്ങ് ചവിട്ടുമ്പോൾ ഉടൻ തന്നെ കാണുന്ന കാഴ്ച ശിവാനി കരയുന്നതായിരിക്കും. അമ്മേ, ഇനി മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കെടേണ്ട. പ്രണവിന് എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്തിനാ വെറുതെ പ്രണവിൻ്റെ പിറകെ വീണ്ടും വീണ്ടും ഞാനിങ്ങനെ പോകുന്നത്? ഒരു പരിധിയില്ലേ ഒരാളോട് ഇങ്ങനെ പറയാനും അതുപോലെ തന്നെ തന്നെ ഇഷ്ടപ്പെടാനും. അവനെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്തിനാ അമ്മേ അവൻ്റെ പിറകെ പോകുന്നത്? അതല്ലേ സത്യം അമ്മേ. അതുകൊണ്ട് ഞാൻ ഇനി അവൻ്റെ പിറകെ പോകുന്നില്ല, ഞാൻ അവനെ വിട്ടേ എന്ന് പറയാൻ കേട്ടോ. പാവം നിധിയും ഗൗതമും ഒരുപാട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. പക്ഷേ അവർക്കും അവരുടെ കഷ്ടപ്പാടിന് യാതൊരു വിലയും ഇല്ലാതായി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ആ സമയം എന്തിനാ ശിവാനി നീ ഇങ്ങനെ കരയുന്നത്? നീ ഇപ്പോൾ എന്ത് മണ്ടത്തരമാണ് ചെയ്തത്? അയ്യോ നിധി, നീ ഇവിടെ വന്നിരുന്നോ? ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനാ നീ ഇപ്പോൾ ആ വീട്ടിലോട്ട് വന്നത്? ഞാൻ നിന്നെ പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുമെന്ന വാക്ക് തന്നിട്ട് പിന്നെ നിനക്ക് ആ വീട്ടിലോട്ട് കയറി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അത് കേൾക്കുന്നതിനോടുകൂടി ശിവാനി പറയാണ്, എനിക്ക് പ്രണവിനോട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലാതെയും കണ്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്ഷമിക്കുക. ക്ഷമയാണ് ഏറ്റവും വലുത്. ക്ഷമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും തനിക്ക് എന്തെങ്കിലും ഒരു മാർഗം തൻ്റെ മുന്നിലോട്ട് വരും. അങ്ങനെ ചിന്തിച്ചുകൂടെ? ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് കയറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രണവിൻ്റെ മനസ്സ് മാറ്റി ആ വീട്ടിലോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. ഓ, ഞാൻ ക്ഷമിക്കണം ഡി, ഞാൻ ക്ഷമിക്കില്ല. ആ വീട്ടിലോട്ട് കയറി വരാനുള്ള നാടകമാണ് ഇതെൻ്റെ, അത് നീ അറിയാനിരിക്കുന്നേ ഉള്ളൂ എന്ന് ശിവാനി മനസ്സിൽ പറയുമ്പോൾ ഉടൻ തന്നെ ശിവാനി പിന്നീട് മനസ്സിൽ പറഞ്ഞത് അവിടെ നിർത്തിയും കൊണ്ട്, നിധി, നീ എനിക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് ഗൗതമും നിധിയും ചെയ്യുന്നത്. നിങ്ങളെ ഞാൻ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. ഒരുപാട് തരത്തിൽ നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ക്ഷമ പറയുന്നു കേട്ടോ. അറിഞ്ഞും കൊണ്ടല്ല നിധി നിങ്ങളെയൊക്കെ ഞാൻ ദ്രോഹിച്ചത്, എൻ്റെ അവിവേകം. ഇതിനൊക്കെ ഞാൻ നിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയുന്നു എന്ന് പറയുമ്പോൾ രേണുക, ഇവൾക്കെന്താ ഭ്രാന്തായോ? ഇവൾ വൃത്തികെട്ടവളുടെ കാലിൽ വീണ് മാപ്പ് പറയുന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയം എന്താ ശിവാനി നീ കാലിലൊക്കെ വീണ് മാപ്പ് പറയുന്നത് എന്ന് നിധി ചോദിക്കുകയാണ്. അത് കേൾക്കുന്നതിനോടുകൂടി, അല്ല, നീ എനിക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് ചെയ്യുന്നത്. എനിക്കിനി വേണ്ട, പ്രണവിനുമായിട്ടുള്ള ജീവിതം വേണ്ട, ഞാനിവിടെ അവൻ്റെ ഓർമ്മകളുമായി ജീവിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നീ ഇവിടെ സമാധാനത്തോടു കൂടി ഇരിക്കുക, ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങ് നിധി ഇറങ്ങാണ് കേട്ടോ. ആ സമയം രേണുക ചോദിക്കാൻ, എന്താ നിനക്ക് ഭ്രാന്തായോ? അവളുടെ കാല് കയറി പിടിക്കാനൊക്കെ? എടി വൃത്തികെട്ടവളെ, നീ
ഇത്ര വൃത്തികെട്ടവളാ, നീ ഇത്ര അതം പതിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ ഒരു നാടകത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അഭിനയിക്കാനേ എനിക്കറിയില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നിറവേറ്റിയും വാശി പിടിച്ചും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്താണ് ശീലമുള്ളത്. എന്നാൽ ഇവളുടെ മുന്നിൽ കെഞ്ചിയും കരഞ്ഞും നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുമ്പോഴാണ് അമ്മ അത് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നതെന്ന് പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് CKC ആണ്. CKC ഇങ്ങനെ ഗുണ്ടകളോട് പറയാണ് ആ വീട്ടിൽ നിർമ്മലയുണ്ടെന്ന് അറിയാനുള്ള ഏക ഒരു വഴിയായിരുന്നു വസുന്ധര. പക്ഷെ ആ നിധി എന്ന് പറയുന്നവൾ കാഞ്ഞ ബുദ്ധിയുള്ളവൾ, അവളെ എനിക്ക് തടയിട്ടു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്താ അറിയാൻ വഴി? അപ്പോൾ ഗുണ്ടകൾ പറയാം ഞങ്ങൾ ആ വീട്ടിലൊന്ന് കയറി നോക്കട്ടെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവരവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, ഞാൻ അവരെ കണ്ടിട്ടുണ്ട് നിർമ്മലയെ. എന്നാൽ നമുക്ക് ഇന്ന് രാത്രി അവിടെ അങ്ങ് കയറിയിട്ട് അങ്ങ് നിർമ്മലയെ അങ്ങ് പിടിച്ചു കൊണ്ടുവന്നാലോ? അപ്പോഴാണ് കേട്ടോ വസുന്ധരയുടെ കോള് വരുന്നത്. വസുന്ധരയുടെ കോള് വരുമ്പോൾ CKC ഈശ്വര ഇനിയിപ്പോൾ ഇതിന് പിറകെ നിധി ഉണ്ടാവുമോ? ഈ വസുന്ധരയോടാണെങ്കിൽ ഒന്ന് സംസാരിക്കാനും പറ്റാത്തൊരവസ്ഥയാണല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം വസുന്ധര പറയണേ CKC എന്തിനാണ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടത്? കാര്യം എന്താണെങ്കിൽ തുറന്നു പറയൂ. അപ്പോഴേക്കും ഉടൻ തന്നെ പറയണേ അതല്ലേ ഞാൻ നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കണം കേട്ടോ ഈ പറയുന്ന CKC. അപ്പോൾ അത് കേട്ട ഉടനെ ഞാനിതവിടെ പുറത്തോട്ട് വന്നിട്ടുണ്ട് എന്ന് വസുന്ധര പറയണേ. നിങ്ങൾ എന്നോട് പുറത്തോട്ട് വരാൻ പറഞ്ഞില്ലേ, എന്താ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? നേരത്തെ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, ഞാൻ അവിടെ ഒരു നിർമ്മല എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ താമസിക്കുന്നതായി ഞാൻ കണ്ടു. അവരെനിക്ക് ശത്രുവാണ്, അവരവിടെ ഉണ്ടോ എന്ന് എനിക്കറിയണം. എന്താ CKC പറയുന്നത്? ഈ വീട്ടിൽ അങ്ങനെ ഒരു സ്ത്രീ താമസിക്കുന്നില്ല, ഉണ്ടെങ്കിൽ ഞാൻ അറിയലോ. അതാണ് നിധി എന്ന് പറയുന്നവൾ, അവൾ കാഞ്ഞ ബുദ്ധിയുള്ളവളാ, അവൾക്കതിന് കഴിയും. അതുകൊണ്ട് തന്നെ അവൾ കാഞ്ഞ ബുദ്ധിയുള്ളവളായതുകൊണ്ട് തന്നെ അവൾക്കതിന് കഴിയും. അവളവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും, നിങ്ങളൊന്ന് നോക്കുമെന്ന് CKC ചോദിക്കുകയാണ്. അപ്പോഴും തന്നെ നിർമ്മല പറയാണ് ഞാൻ നോക്കാം, ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. നിർമ്മലയല്ല വസുന്ധര. അപ്പം വസുന്ധര പറയണേ ഞാൻ നോക്കാമെന്ന്. അപ്പോൾ CKC പറയുന്നുണ്ട് ഞാനവിടെ കണ്ടിട്ടുണ്ട് അവരെ, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്, എന്തായാലും ഒന്ന് നോക്കിയെന്ന് പറയാം. അന്ന് ശരി ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം CKC പറയണേ നമുക്ക് ഇനി വൈകിക്കണ്ട. അപ്പോൾ ഉടനെ തന്നെ വീണ്ടും CKC വസുന്ധരക്ക് വിളിക്കണം. വസുന്ധര നിങ്ങളല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ നോക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ആ വീടിൻ്റെ ഡോർ ഒന്ന് തുറന്ന് തന്നാൽ മതി. ഞങ്ങൾ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ആ വീട് മൊത്തത്തിൽ അരിച്ചു പെറുക്കി അവരവിടെ ഉണ്ടെങ്കിൽ അവരെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഇവർ അങ്ങോട്ടേക്ക് വരാൻ ഒരുങ്ങാണ്. എന്നാൽ ഇതെല്ലാം നിധി കേട്ടിരിക്കുകയാണ്. ഈശ്വര ഇവർ വീണ്ടും എനിക്കിട്ട് പണിയാൻ തുടങ്ങിയില്ലേ? CKC ഇങ്ങനെ ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടും അവന് പേടിയില്ല എങ്കിൽ ഇനി നിർമ്മല അമ്മയെ എവിടെ നിന്ന് മാറ്റുക തന്നെ. അങ്ങനെ തൻ്റെ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് തൻ്റെ അനിയൻ നിഖിലിനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ നിഖിൽ പഠിക്കുകയായിരിക്കും. എന്താ ചേച്ചി വിളിച്ചത്? അതെ, ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കൊരു സഹായം ചെയ്യാൻ എനിക്ക് പറ്റുമോ? എൻ്റെ ചേച്ചിക്കല്ലാതെ പിന്നെ ഞാൻ ആർക്ക് സഹായം ചെയ്യാനാണ്? എന്താ ചേച്ചിക്ക് ആവശ്യമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഉടൻ തന്നെ പറയണേ നീ ഒരു കാര്യം ചെയ്യേ, നീ വീട്ടിൽ പോയി നീ പെട്ടെന്നൊരു ഓട്ടോ വിളിച്ച് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയാണ്. എന്നിട്ട് പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ശരി ചേച്ചി ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറയാണ്. പിന്നീട് നിധി നേരെ പോകുന്നത് നിർമ്മലയുടെ അടുത്തോട്ടാണ്. നിർമ്മലാമ്മേ ഞാനൊന്ന് പറയുന്നത് കേൾക്കോ? എന്താ? നിർമ്മലാമ്മ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അയ്യോ, മരിക്കുന്നതിന് മുന്നേ എൻ്റെ മകൻ്റെ മടിയിൽ കിടന്ന് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ മോൻ്റെ കൂടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് തടസ്സമായല്ലോ. അതെ, ആ CKC നിർമ്മലാമ്മയെ തിരഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. അയാൾ ഇന്ന് രാത്രി CKC നിർമ്മലാമ്മയെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അപ്പോഴാണെങ്കിലോ CKC അവിടെ എത്തി വീടിനുള്ളിൽ കയറി പതിയെ ഇങ്ങനെ കയറി ഇവരുടെ റൂമിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഇവരുടെ ബാഗൊക്കെ പാക്ക് ചെയ്യാനുള്ള ആ ഒരു സമയമാണ് കേട്ടോ അത്രയും നേരം വൈകിയത്. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് അധികം സംസാരിക്കില്ല നിർമ്മലാമ്മ. എന്തായാലും ഇപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ആയുർവേദ ഇവിടോട്ട് മാറ്റിത്തരാൻ ഞാൻ നിർമ്മലാമ്മ അവിടെ പോയി നിൽക്ക്. എന്തായാലും ഞാൻ ഇവിടെ റൂമിൽ കുറച്ച് സ്പ്രേ അടിക്കട്ടെ, ഈ റൂം ഒരാൾ ഉപയോഗിച്ചതായിട്ട് അയാൾക്ക് തോന്നരുത്, അതുകൊണ്ട് ഞാനിവിടെ അടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് റൂം ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ. റൂമിൽ സ്പ്രേ അടിക്കുകയാണ്. ആ സമയം കാണാം ഒരു കാലടി ശബ്ദം. അപ്പോൾ ഉടനെ അയാൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ സൈഡിലോട്ട് മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഡോറിന് സൈഡിലോട്ട് ഇവരങ്ങ് മാറുകയാണ് കേട്ടോ. അപ്പോഴേക്കും CKC ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, ഇവിടെ ഒരു ആൾപെരുമാറ്റം ഉണ്ടായതായി തോന്നുന്നില്ല, എന്നാൽ നമുക്ക് വേറെ റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ വേറെ റൂമിലോട്ട് പോകുമ്പോൾ നിധി പെട്ടെന്ന് നിർമ്മലയെ ഇറക്കിയും കൊണ്ട് മുറ്റത്തോട്ട് ഓടുകയാണ് കേട്ടോ. എന്നിട്ട് നിഖിൽ അവിടെ ഒരു ഓട്ടോ വിളിച്ച് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് നിർമ്മലയോട് പറയാണ് നിർമ്മലാമ്മ ഈ ഓട്ടോയിൽ കയറിപ്പോയിക്കോ, ഇനി എന്തായാലും നിർമ്മലാമ്മ ഇങ്ങോട്ടേക്ക് നോക്കണ്ട, ഇവിടെ നിന്ന് ആപത്താണ്, ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിർമ്മലാമ്മയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറ്റി വിടുമ്പോൾ പാവം കരയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇനിയാണ് CKCക്ക് മുട്ട പണി നിധി കൊടുക്കുന്നത് കേട്ടോ.